ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈൻ ആണ്. നെക്ക് ഡിസൈൻ എന്ന് പറയാൻ പറ്റൂല, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണിത്. അപ്പൊ ഇങ്ങനെ വരുന്ന എംബ്രോയിഡറി വർക്കുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണിത്. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ച് ആണ്. പിന്നെ നമുക്ക് കുർത്തിയുടെ അളവിൽ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തി ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കുർത്തിയുടെ വർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്ത് എടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള നെക്കിന്റെ വിഡ്ത്ത് 3 ഇഞ്ച് ആണ്. ടോട്ടൽ 6 ഇഞ്ച്. ഇനി നമുക്കിത് 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ലൈനിങ് കൂടി ഈ ഒരു പീസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൈപ്പിങ്ങിലുള്ള ബാക്കി എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് നമ്മുടെ നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്കിനനുസരിച്ചിട്ട് നമ്മുടെ ഈ പൈപ്പിംഗ് കറക്റ്റ് ആക്കി കൊടുക്കുക.
നമുക്ക് ഇതിന്റെ മേലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഈ ഒരു നെക്കിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പൈപ്പിങ്ങിന്റെ മേലെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പാടില്ല. കറക്റ്റ് ആ ഒരു വീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നോച്ച് ഇട്ട് കൊടുക്കാം. എന്നാൽ നല്ല കറക്റ്റ് ആയിട്ട് അപ്പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആയിട്ട് വരും. ത്രെഡ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല, ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി നമുക്കിത് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പൊ കണ്ടല്ലോ, നമ്മൾ നെക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള നെക്ക് ആയിട്ടുണ്ട്. നല്ല ഭംഗിയോടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല എംബ്രോയിഡറി ചെയ്തിട്ടുള്ള നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാന്ന്. അഥവാ നിങ്ങൾ ലൈനിങ് വെക്കുന്നില്ല എങ്കിൽ ഒരു പീസ് കുർത്തിയുടെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ലൈനിങ്ങിന് പകരമായിട്ട് ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. കറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.